എക്സാം നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ വരും. അപ്പൊ എന്തുകൊണ്ടാ ഇപ്പൊ തന്നെ പഠിക്കാൻ പറയാൻ കാരണം എന്തുകൊണ്ടാ? ഇത് കഴിഞ്ഞ അടുത്ത എക്സാം ഉണ്ടോ ഉടനെ? ഇനി വരാൻ പോകുന്ന DME കഴിഞ്ഞാൽ അടുത്ത ഉടനെ എക്സാം എന്തെങ്കിലും ഉണ്ടോ? ഏറ്റവും സാധാരണ കേരള PSC പോലെയാണോ? ഇതല്ലെങ്കിൽ അടുത്ത എക്സാമിന് പഠിക്കാം എന്ന് വിചാരിക്കാൻ വേണ്ടി അല്ലെ? സാധാരണ എഴുതുന്ന ഒരു കേരള PSC എക്സാം പോലെയാണോ? ഇതല്ലെങ്കിൽ അടുത്ത എക്സാമിനെങ്കിലും പഠിച്ചെഴുതാം എന്ന് വിചാരിക്കാൻ അല്ല. അപ്പം നമ്മുടെ മുമ്പിൽ ഒരൊറ്റ എക്സാമേ വരുന്നുള്ളൂ. അപ്പം എന്താ നമ്മുടെ മുമ്പിൽ ഒരൊറ്റ എക്സാമേ വരുന്നുള്ളൂ. ഏതാ? DME എക്സാം ആണ് ഉടനെ വരുന്ന ഒരു എക്സാം വരുന്നത്. ഉടനെ അല്ല, സമയമുണ്ട്. ഒരു 10 മാസത്തോളം കിട്ടും പഠിക്കാൻ വേണ്ടി. സോ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുക. ഈ വരുന്ന എക്സാം കഴിഞ്ഞ് ഉടനെ സ്റ്റാർട്ട് ചെയ്യാമല്ലോ. ഈ മാസം 29-ാം തീയതി എക്സാം ഉണ്ട്. അത് കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യല്ലോ. അല്ല സ്റ്റാർട്ട് ചെയ്യല്ലോ. യെസ്. സോ നമുക്ക് ഇന്ന് എന്താണ് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് പോകാം. ഇന്നും ക്വസ്റ്റ്യൻ ഡിസ്കഷനിലോട്ട് തന്നെ പോവുകയാണ്. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. The schizophrenia with the worst prognosis is catatonic ആണോ, the paranoid ആണോ, or the hebephrenic ആണോ, or the simple schizophrenia ആണോ? ഏതാ കുഞ്ഞുങ്ങളെ? ഏതായിരിക്കും ഏറ്റവും വേഴ്സ്റ്റ് പ്രഗ്നോസിസ് ഉള്ള? എല്ലാരും പറയട്ടെ. എന്താ പാരനോഡ് ആണോ? പാരനോഡ് ആണോ? എങ്കിൽ നമുക്ക് നോക്കാം അത് പാരനോഡ് ആണോ അല്ലയോ എന്ന് തന്നെ നോക്കാം. സോ ഈ ഒരു ടോപ്പിക്ക് വന്ന എവിടുന്ന വന്നത്? സ്കിസോഫ്രീനിയ ടോപ്പിക് എന്ന് വന്നല്ലേ. ആരാണ് ആ ഒരു ടേം കോയിൻ ചെയ്ത ആരാണ്? ഫസ്റ്റ് ആദ്യമായിട്ട് ആ ഒരു ടേം കോയിൻ ചെയ്ത ആളുടെ പേരെന്താ? യൂജീൻ ബ്ലൂവർ ആണോ? യൂജീൻ ബ്ലൂവർ അല്ലേ? ആദ്യമായിട്ട് സ്കിസോഫ്രീനിയ എന്ന് ടേം കോയിൻ ചെയ്ത ആരാ? ആരാടെ? യൂജീൻ ബ്ലൂവർ അല്ലേ? അതിന് മുമ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കാറുണ്ട്. സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത് ICD ക്ലാസിഫിക്കേഷൻ ഏത് ക്ലാസിഫിക്കേഷനിൽ വരുന്നതാണ്? അത് F0 ആണോ, F1 ആണോ, F2 ആണോ, F3 ആണോ, F4 ആണോ? ഏതാണ്? F2 അല്ലേ? അല്ലേ? ആണ്. F2-ലാണ് പ്രധാനം വരുന്നല്ലേ? ആണ്. F2 വരുന്നത്. ഇത് പ്രധാനമായിട്ട് ബാധിക്കുന്ന ഭാഗം ഏതാ? ഇത് തിങ്കിങ് ആണോ, പെർസെപ്ഷൻ ആണോ, മൂഡാണോ? അത് ഇവ മൂന്നിനെയും ബാധിക്കോ? സ്കിസോഫ്രീനിയ പ്രധാനമായിട്ടും ബാധിക്കുന്നത് തിങ്കിങ്ങിനെയാണോ, പെർസെപ്ഷനാണോ, മൂഡിനെയാണോ, ഇവ മൂന്നിനെയുമാണോ? ഇത് മൂന്നിനെയല്ലേ? അല്ല, പെർസെപ്ഷനെയും ബാധിക്കുന്നുണ്ട്, തിങ്കിങ്ങിനെയും ബാധിക്കുന്നുണ്ട്, മൂഡിനെയും ബാധിക്കുന്നുണ്ട്. കാര്യം മറക്കരുത്. അപ്പൊ ചോദിക്കട്ടെ, പെർസെപ്ഷൻ ഡിസോർഡേഴ്സ് ഏതൊക്കെയാ? അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇല്യൂഷനും ഹാലൂസിനേഷനും വരുന്ന എവിടെയാ? പെർസെപ്ഷൻ ഡിസോർഡറിൽ വരുന്ന കാര്യങ്ങളാണ്. ഇല്യൂഷനും ഉണ്ട്, ഹാലൂസിനേഷനും ഉണ്ട്. അതിൽ ആരാണ് മിസ്ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആൻ ആക്ച്വൽ സ്റ്റിമുലൈ വരുന്ന എവിടെയാ? ഇല്യൂഷൻ ആണോ, ഹാലൂസിനേഷൻ ആണോ? എവിടെയാ? ഇല്യൂഷൻ അല്ലേ? നമ്മൾ തെറ്റായി വിചാരിക്കുന്നു. എവിടെയാ? ഇല്യൂഷനിലാണ് വരുന്നത് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ. ഇത് ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെർസെപ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണോ? പെർസെപ്ഷൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ ആണോ? അല്ലേ? ഒന്നുമില്ല അല്ലേ? ഹാലൂസിനേഷൻ എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്പ് ഉണ്ട്? 4. വിഷനുമായി ബന്ധപ്പെട്ടത്, ആൻഡ് ഓഡിറ്ററിയുമായി ബന്ധപ്പെട്ടത്, ആൻഡ് ജസ്റ്റേറ്ററി ടേസ്റ്റുമായി ബന്ധപ്പെട്ടത്, ആൻഡ് ടാക്ടൈൽ ടച്ചുമായി ബന്ധപ്പെട്ടത്. ഈ ടാക്ടൈലിന് വേറെ പേരുണ്ടോ? ഹാപ്റ്റിക് എന്ന് കേട്ടിട്ടുണ്ടോ?
ഇതേ സംഭവം ഇത് ഹാപ്റ്റിക് എന്ന് കണ്ടിട്ടുണ്ടോ? ആരോ എന്നെ തൊടുന്നത് പോലെ തോന്നി അല്ലേ? ദ ഹാപ്റ്റിക് എന്നും ചോദിക്കാറുണ്ട്. ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നു, ഇറ്റ് ദ ഫാൾസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ദ ഫാൾസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഫാൾസ് പെർസെപ്ഷൻ, ഫാൾസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് എന്താ? ഇല്യൂഷൻ ആണോ ഹാലൂസിനേഷൻ ആണോ? ഇല്യൂഷൻ ആണോ ഹാലൂസിനേഷൻ ആണോ? ഇല്യൂഷൻ ആണോ ഹാലൂസിനേഷൻ ആണോ? ദ ഫാൾസ് പെർസെപ്ഷൻ ഈസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹാലൂസിനേഷൻ അല്ലേ? ഹാലൂസിനേഷൻ അല്ലേ? ഫാൾസ് പെർസെപ്ഷൻ എന്ന് പറയുന്നത് ഹാലൂസിനേഷൻ ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുക എന്താണ്? സ്കിസോഫ്രീനിയുടെ ഏറ്റവും ദ വേർസ്റ്റ് പ്രഗ്നോസിസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സ്കിസോഫ്രീനിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ദ 4A ഏതൊക്കെയാണ്? 4A ഏതൊക്കെയുണ്ട്? ഓട്ടിസം, ആംബിവാലൻസ്, അഫക്റ്റീവ് ഡിസ്റ്റർബൻസ്, അസോസിയേറ്റീവ് ലൂസണിങ് ആണോ? ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാരെങ്കിലും? ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു ടോപ്പിക് കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ദ 4A's, ദ 4A, ദ 4Aകൾ ഏതൊക്കെയാണ്? ഓട്ടിസം, ഓട്ടിസം. ചില പേഷ്യന്റ് ആരുടെ മിണ്ടാറില്ല, സംസാരിക്കാറില്ല. എന്തിൽ നിന്നും മാറി നിൽക്കുന്നവരല്ലേ ഓട്ടിസം എന്ന് പറയുന്നത്? ആണോ അല്ലയോ? എല്ലായിടത്തും മാറി നിൽക്കും, ഒന്നും മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, അല്ലേ? അല്ലേ? അല്ലെ ഓട്ടിസം? ദ വിഡ്രോവൽ ആയിരിക്കും അല്ലേ? ദ വിഡ്രോവൽ ആയിരിക്കും. ആണോ അല്ലയോ? ആണോ അല്ലയോ? ആണോ? ദ വിഡ്രോവൽ ആണോ? വിഡ്രോവൽ, വിഡ്രോവൽ ആണോ ഓട്ടിസം? യെസ്, ആണ് ആണ് ആണ്. അടുത്ത അതിൽ വരുന്ന തന്നെ ആംബിവാലൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ആംബിവാലൻസ് എന്താ? ആംബിവാലൻസ്, ആംബിവാലൻസ് എന്താ? ആംബിവാലൻസ് എന്താ? ആംബിവാലൻസ് എന്താ? പറയണേ. ആംബിവാലൻസ് എന്താ? എന്താ ആംബിവാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ചില സമയത്ത് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാൻ കഴിയാത്തതാണ് അവിടെ. ഇതിങ്ങനെയുള്ള പേഷ്യൻസ്, ഇൻ ദ സ്കിസോഫ്രീൻ ഇങ്ങനെയുള്ള പേഷ്യൻസിന് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അങ്ങനെയുള്ളതിന് എന്ത് വിളിക്കാം? എന്ത് വിളിക്കാം? സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തതിനെ വിളിക്കുന്ന പേരെന്താ? നോട്ട് ഏബിൾ ടു മേക്ക് ഡിസിഷൻസ് വരുന്ന എവിടെയാ? ആംബിവാലൻസ് ആണ്. അതിനെ വിളിക്കുന്ന പേരെന്താ? ആംബിവാലൻസ് ആണല്ലേ? അവർക്ക് ഒരിക്കലും സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ സാധിക്കത്തില്ല. ആംബിവാലൻസ് വിളിക്കാം. അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താ? അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ പണ്ടോട്ടേ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ട്, ആർക്കും അറിയാം? എന്റെ പഴയ ക്ലാസ് കുട്ടികൾക്ക് അറിയാം. ആർക്കും അറിയാടെ? കരയേണ്ട സമയത്ത് ചിരിക്കുകയും അത് ചിരിക്കേണ്ട സമയത്ത് കരയുകയും ചെയ്യുന്നതാണോ ആംബിവാലൻസ് ഓർ ദ അഫക്റ്റീവ് ഡിസ്റ്റർബൻസ്? ഏതാ അത്? കരയേണ്ട സമയത്ത് ചിരിക്കുകയും ചിരിക്കേണ്ട സമയത്തും കരയുന്ന ആൾ ആരാണ്? അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് ആണോ ഓർ ദ ആംബിവാലൻസ് ആണോ? അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് ആണോ ആംബിവാലൻസ് ആണോ? അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് അല്ലേ? അഫക്റ്റീവ് ഡിസ്റ്റർബൻസ് ആണ്. ഏറ്റവും അവസാനമായിട്ട് ദ 4th A ഏതാണ്? ദ 4th A ഓഫ് ദ സ്കിസോഫ്രീനിയ ഏതാണ്? അസോസിയേറ്റീവ് ലൂസണിങ് ആണോ? അസോസിയേറ്റീവ് ലൂസണിങ് എന്ന് വിളിക്കും അല്ലെ? ഒരു പരസ്പര ബന്ധം ഒന്നുമില്ലാതെ തന്നെ പിച്ചും പേയും ഒക്കെ പറയുന്ന ആൾക്കാരെ കാണാറുണ്ടല്ലേ? ഒരു ടോപ്പിക്കുമായി ബന്ധമില്ലാതെ, പരസ്പര ബന്ധമില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന പേരെന്താ? എന്താ? അസോസിയേറ്റീവ് ലൂസണിങ്. ഇപ്പൊ പറയും, എന്നെ പറയും അല്ലേ? എന്തുകൊണ്ടാ? നമ്മൾ എവിടെ, ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്? ഏത് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്? ഏറ്റവും ബെസ്റ്റ് ഡയഗ്നോസിസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ പറയുന്നത് പരസ്പര ബന്ധമില്ലാത്തതാണോ? അല്ലല്ലോ, അല്ലല്ലോ, ബന്ധമുള്ളതല്ലേ? ബന്ധമുള്ളതല്ലേ? ആണ്. അപ്പോൾ ദ ടൈപ്സിലോട്ട് വരുമ്പോൾ പാരനോഡ് എന്ന് പറഞ്ഞാൽ എന്താ? ദ ടൈപ്സിലോട്ട് വരുമ്പോൾ ദ പാരനോഡ് ദ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ് ദ പാരനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
ഡൗട്ട് അല്ലേ? എന്ത് ഡൗട്ടാ? എന്നെ ആരോ കൊല്ലാൻ വരുന്നു അല്ലേ? ആണോടെ? എന്നെ ആരോ കൊല്ലാൻ വരുന്നു, എന്നെ ആരോ ഉപദ്രവിക്കാൻ വരുന്നു അല്ലേ? അല്ലേ? അപ്പൊ എന്താ പാരനോയിഡിന്റെ ഏറ്റവും ക്ലാസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഇസ് ദ ഡെലൂഷൻ അല്ലേ? ദ പാരനോയിഡ് ഇറ്റ് ക്ലാസിക്കൽ ഫീച്ചർ ഏതെന്ന് കൂടെ ചോദിക്കുകയാണെങ്കിൽ അതെന്താ? ദ ഡെലൂഷൻ ആണ്, മറക്കരുത്. ഇതാണ് ഏറ്റവും ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഓഫ് സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ഇതാണ്. അവിടെ എന്ത് കാണും? ദ പാരനോയിഡിൽ പ്രധാനമായിട്ട് കാണുന്ന സംഭവം എന്താ? ദ ഡെലൂഷൻ. ദ പാരനോയിഡ് സ്കിസോഫ്രീനിക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട് കാണപ്പെടുന്ന ഫീച്ചർ ഏതാ ചോദിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഫീച്ചർ ഏതാ? ഡെലൂഷൻ. ദ ഡെലൂഷൻ, ഡെലൂഷൻ മറക്കരുത്, ചോദിക്കും. ഇതിൽ തന്നെ ദ ഹെമിഫ്രീനിക് എന്ന് പറഞ്ഞ എന്താ? ഇതിൽ തന്നെ ദ ഹെമിഫ്രീനിക് എന്ന് പറഞ്ഞ എന്താ? ഇതിൽ തന്നെ ഏറ്റവും എന്താണ് ദ ഹെമിഫ്രീനിക് എന്ന് പറഞ്ഞ എന്താണ്? ഹെമിഫ്രീനിക് എന്ന് പറഞ്ഞ ഏറ്റവും ദ വേഴ്സ്റ്റ് ഫോം അല്ലേടെ? ഏറ്റവും ദ വേഴ്സ്റ്റ് ഫോം അല്ലേ? ഏറ്റവും ദ വേഴ്സ്റ്റ് ഫോം അല്ലേ? ഏറ്റവും വേഴ്സ്റ്റ് ഫോം ആണ്. ഏറ്റവും ദ പോർ പ്രൊഗ്നോസിസ് ആണ്. ആൻഡ് ദ പോർ പേഴ്സണാലിറ്റി ആണ്. എപ്പോഴും മോശമായ കാര്യങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെ ആൾക്കാരടുത്ത് പോയി കഴിഞ്ഞാൽ എപ്പോഴും വളരെ മോശമായിട്ട് മാത്രം എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കും. ഇൻ ദ തിങ്കിങ് ഡിസോർഡറിനകത്താണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. ഇതിൽ കാറ്ററ്റോണിക് എന്താ? കാറ്ററ്റോണിക് എന്താ? എന്തൊരു കാറ്ററ്റോണിക് എന്താ പറഞ്ഞ? എന്ത് കാറ്ററ്റോണിക് എന്താ? കാറ്ററ്റോണിക് ആരോ പറഞ്ഞു? സ്റ്റൂപ്പർ ആയിരിക്കും ഇവിടെ. സ്റ്റൂപ്പർ ആയിരിക്കും ഇവിടെ. ആൻഡ് ദ മ്യൂട്ട് ആയിരിക്കും ഇവിടെ. ഉണ്ടോ? ആൻസർ വരട്ടെ. സ്റ്റൂപ്പർ ആയിരിക്കും. ആൻഡ് ദ മ്യൂട്ട് ആയിരിക്കും. ആരടുത്ത് മിണ്ടത്തില്ല, അനങ്ങത്തില്ല. ആരെ കണ്ടാലും ഒന്നും തന്നെ സംസാരിക്കത്തില്ല, മിണ്ടത്തില്ല. അങ്ങനെയുള്ള ടൈപ്പ് വരുന്നത് എന്താ? കാറ്ററ്റോണിക്കിനകത്താണ് വരുന്നത്. സോ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ? എന്താണ്? എല്ലാവരും സി ആണ്. ഓപ്ഷൻ സി ഇസ് ദ ഹെമിഫ്രീനിക്കാണ് ആൻസർ വരുന്നത്. ഇതിൽ ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ നോക്കിയേ. ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ എന്താ? ദ സിമ്പിൾ സ്കിസോഫ്രീനിയ എന്ന് പറഞ്ഞ എന്താ? സിമ്പിൾ എന്താ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? എന്താ സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ? പറയ്. ഇവർക്ക് ഈ പറഞ്ഞ ദ ഹാലൂസിനേഷൻ ഉണ്ടാവോ? ഇവർക്ക് ഈ പറഞ്ഞ ദ ഹാലൂസിനേഷനും ആൻഡ് ദ ഡെലൂഷനും ഉണ്ടാവോ? ദ സിമ്പിൾ സ്കിസോഫ്രീനിയയിൽ ദ ഹാലൂസിനേഷനും ആൻഡ് ദ ഡെലൂഷനും ഉണ്ടായിരിക്കും? ഇല്ല. സ്റ്റാർട്ടിങ് ആണ്. ഇല്ലല്ലോ, സ്റ്റാർട്ടിങ് ആണ്. പക്ഷെ ഇവിടെ ആക്ടിവിറ്റി ഒക്കെ വളരെ ലോ ആയിരിക്കും. എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ എല്ലാം ലോ ആയിരിക്കും. പക്ഷെ ഇവർക്ക് എന്തില്ല? ദ ഹാലൂസിനേഷനും ആൻഡ് ദ ഡെലൂഷനും ഇല്ല. ദ സിമ്പിൾ ടൈപ്പ് ആണ്. ദ സ്കിസോഫ്രീനിയുടെ ഏറ്റവും ദ സിമ്പിൾ ഫോം ഏതാ? ദ സ്കിസോഫ്രീനിയ ഏറ്റവും സിമ്പിൾ ഫോം ഏതാ? സിമ്പിൾ സ്കിസോഫ്രീനിയ. അവിടെ തുടക്കമാണ്. അവിടെ ഒരു തുടക്കം മാത്രമേ ഉള്ളൂ എന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. ഇതുവരെ ക്ലിയർ ആയോ? ഈ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? യെസ്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആരാണ് ദ മദർ ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്ന ആരാണ്? ദ മദർ ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ് എന്ന് പറയുന്ന ആരാണ്? ദ ലിൻഡ റിച്ചാർഡ് ആണോ? ഓർ ദ വിർജീനിയ ഹെൻഡേഴ്സൺ ആണോ? ഓർ ദ ഹിൽഗാർഡ് പെപ്ലോ ആണോ? ഓർ ദ കാലിസ്റ്റ റോയ് ആണോ? ആരാണ് ഇറ്റ് ദ മദർ ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ്? ദ ലിൻഡ റിച്ചാർഡ് അല്ലേ? അപ്പോൾ ആരാണ് ഫാദർ ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ്? ആരാ? അസേപീഡിയസ് അല്ലേ? ഫാദർ ഓഫ് സൈക്യാട്രിക് നഴ്സിംഗ് ആരാ? അസേപീഡിയസ്.
ഇനി ക്വസ്റ്റ്യൻ ഇങ്ങനെ കൂടെ ചോദിക്കും, ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രിക് നഴ്സിംഗ് ആരാ? ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രിക് നഴ്സിംഗ് ആരാ? ഇറ്റ് ഇസ് ദ ബെഞ്ചമിൻ റഷ് ആണല്ലേ. ദ ബെഞ്ചമിൻ റഷ്. എടാ, ഒരു പേര് നിങ്ങൾ വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? ഈ ഒരു പേര് വേറെ എവിടെയും കേട്ടിട്ടുണ്ടോ? ഒരു സിനിമയുണ്ട്, അഞ്ചാം പാതിര. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഒരു സിനിമയുണ്ട്, അഞ്ചാം പാതിര പറയുന്നുണ്ടോ? ആരൊക്കെ ശ്രദ്ധിച്ചോ? അത് ആരെങ്കിലും ശ്രദ്ധിച്ചോ? അഞ്ചാം പാതിര എന്ന സിനിമയിൽ പറയുന്നുണ്ട്. ഇറ്റ് ഇസ് ബെഞ്ചമിൻ റഷിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. അപ്പോൾ മറക്കരുത്, ആരാണ് ഫാദർ ഓഫ് സൈക്യാട്രി? അസൈപീഡിയസ് ഫാദർ ഓഫ് സൈക്യാട്രിയും ഫാദർ ഓഫ് അമേരിക്കൻ സൈക്യാട്രി ആരാ? അതാണ് ബെഞ്ചമിൻ റഷ് എന്ന് പറയുന്ന കാര്യം കൂടെ ഓർമ്മിക്കുക. ഇനി ആരാണ് ദ ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി ആരാ? ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി ആരാ? ഇസ് ദ വില്യം ട്യൂക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ദ വില്യം ട്യൂക്ക്, ദ വില്യം ട്യൂക്ക്. യെസ്, ദ വില്യം ട്യൂക്ക്. അപ്പോ ആരാ? ഫാദർ ഓഫ് ദ മോറൽ സൈക്യാട്രി എന്ന് വിളിക്കാം. യെസ്. സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്ക് ഏതാ? സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്ക് ഏതാ? സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്ക് ഏതാ? ആരാടെ? പറയും, എല്ലാരും പറയും. പ്രാക്സിസ് മീഡിയ ആണോ? സൈക്യാട്രിയുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ബുക്ക് ഏതെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ്സ് ദ പ്രാക്സിസ് മീഡിയ. അത് ആരാ എഴുതിയത്? ദ ഫെലിക്സ് പ്ലാന്റർ. ദ ഫെലിക്സ് പ്ലാന്റർ എന്ന് വിളിക്കാം. ആരാ എഴുതിയത്? ദ ഫെലിക്സ് പ്ലാന്റർ എന്നും വിളിക്കാം, മറക്കരുത്. യെസ്. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ? ആരാ സൈക്യാട്രി? ഇറ്റ്സ് ദ മദർ എന്ന് പറയുന്ന ആരാ? ഇറ്റ് ഈസ് ദ ലിൻഡ റിച്ചാർഡ് അല്ലേ? ഇറ്റ്സ് ദ ലിൻഡ റിച്ചാർഡ് അല്ലേ? ലിൻഡ റിച്ചാർഡ് ആണ്, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചല്ലേ? ECG ക്വസ്റ്റ്യൻ ആണ്. ECG ചേഞ്ചസ് ഡ്യൂ ടു ദ ഹൈപ്പോകലീമിയ. ഏതാണ്? ദ ടാൽ പീക്ഡ് T വേവ് ആണോ? ദ പ്രോമിനന്റ് U വേവ് ആണോ? or the ST segment elevation ആണോ? or the widened the QRS complex ആണോ? കുഞ്ഞുങ്ങൾ ഏതാണ്? It's a prominent U wave ആണോ? The prominent U wave ആണോ? ആണോ? എല്ലാരും ആണെന്ന് പറഞ്ഞു. സോ ആരാണ് ഈ പറഞ്ഞ ദ ECG കണ്ടുപിടിച്ച ആരാ? ECG ഡിസ്കവർ ചെയ്താരാ? വില്യം എയ്ൻതോവൻ. ECG കണ്ടുപിടിച്ചതാരാ? വില്യം എയ്ൻതോവൻ ആണ് ECG കണ്ടുപിടിച്ചത്. അല്ലേടെ? എത്ര ഇലക്ട്രോഡ്സ് ഉണ്ട്? 10 ഇലക്ട്രോഡ്സ് ഉണ്ടല്ലേ? 10 ഇലക്ട്രോഡ്സും 12 ലീഡ്സും ഉള്ളല്ലേ? 10 ഇലക്ട്രോഡ്സും 12 ലീഡുമാ ഉള്ളത്. അതിൽ തന്നെ എന്ത് ചോദിക്കാം? ഏട്രിയം കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് അത് P വേവ് ആണോ? ഓർ ദ QRS ആണോ? ഓർ ദ T വേവ് ആണോ? പറഞ്ഞേ. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത് അത് P വേവ് ആണോ? ഓർ ദ QRS കോംപ്ലക്സ് ആണോ? ഓർ ദ T വേവ് ആണോ? P വേവ് അല്ലേ? അത് P വേവ് ആണ്. അത് വിളിക്കുന്ന പേരെന്താണ്? ഇത് കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഏട്രിയം കോൺട്രാക്ഷനെ വിളിക്കുന്ന പേരെന്താ? ഏട്രിയൽ റീപോളറൈസേഷൻ ഓർ ദ ഡീപോളറൈസേഷൻ ആണോ? ചോദിക്കും. ഡീപോളറൈസേഷൻ. ഏട്രിയം കോൺട്രാക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ വിളിക്കുന്ന പേരെന്താ? ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്നും വിളിക്കാം. അപ്പോൾ എന്റെ ചോദ്യം, ഇൻ ദ QRS കോംപ്ലക്സിൽ എന്ത് കാണും? എന്ത് കാണും? റീപോളറൈസേഷൻ ആണോ? ഓർ ദ ഡീപോളറൈസേഷൻ ആണോ?
ദ വെൻട്രിക്കുലാർ അത് കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞ എന്താണ്? അത് കോൺട്രാക്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താണ്? ദ ഡീപോളറൈസേഷൻ. ദ വെൻട്രിക്കുലർ ദ ഡീപോളറൈസേഷൻ വരുന്ന എവിടെയാ? ഇൻ ദ QRS കോംപ്ലക്സിലാണ്. അപ്പോൾ ഓർമ്മിക്കണം, ഏട്രിയം കോൺട്രാക്ട് ചെയ്യുക അല്ലെങ്കിൽ ഇറ്റ്സ് ഏട്രിയൽ ഡീപോളറൈസേഷൻ എന്ന് പറയുമ്പോൾ എന്താ? അത് ദ പി വേവ് ആണ്. അത് ദ പി വേവ് ആണെന്ന കാര്യം ഓർമ്മിക്കണം. ആൻഡ് ദ വെൻട്രിക്കുലർ കോൺട്രാക്ട് ചെയ്യുക. ദ വെൻട്രിക്കുലർ കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ദ വെൻട്രിക്കുലർ കോൺട്രാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? ദ വെൻട്രിക്കുലർ ദ ഡീപോളറൈസേഷൻ അത് വരുന്ന എവിടെയാ? അത് വരുന്നത് എവിടെയാ? ഇൻ ദ QRS കോംപ്ലക്സ്. ഇൻ ദ QRS കോംപ്ലക്സിലുമാണ്. എല്ലാം കോൺട്രാക്ട് ചെയ്തു. ഇനി അത് റിലാക്സ് ചെയ്യുന്ന എവിടെയാ? ഇസ് ദ വെൻട്രിക്കുലർ ദ റിലാക്സേഷൻ വരുന്ന എവിടെയാ? വെൻട്രിക്കുലർ റിലാക്സേഷൻ വരുന്ന എവിടെയാ? ഇൻ ദ ടി വേവിൽ റിലാക്സ് ചെയ്യും അല്ലേ? ടി വേവിൽ റിലാക്സ് ചെയ്യും. ദ ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കുന്നത് ഇൻ ദ ECGക്കകത്ത് ദ പി വേവ് ദാറ്റ് കറസ്പോണ്ട് ടു എന്തിനെ? ഇവിടുന്ന് കേരള PC പ്രീവിയസ് ആയിട്ട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇൻ ദ ECGയിൽ ദ പി വേവ് അത് കറസ്പോണ്ട് ടു ഇൻ ദ പി വേവ് എന്തിന് കറസ്പോണ്ട് ചെയ്യുന്നു? ഏട്രിയൽ ദ ഡീപോളറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇൻ ദ ECGക്കകത്ത് ദ QRS കോംപ്ലക്സ് ദാറ്റ് കറസ്പോണ്ട് ടു അത് എന്തിനെ കറസ്പോണ്ട് ചെയ്യുന്നു? ദ വെൻട്രിക്കുലർ ദ ഡീപോളറൈസേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയും ചോദിക്കാം. ഇൻ ദ ECGക്കകത്ത് ദ ടി വേവ് അത് എന്തിനെ കറസ്പോണ്ട് ചെയ്യുന്നു? ഇറ്റ് ഈസ് ദ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. റിലാക്സേഷൻ വരുന്ന ഭാഗം അല്ലെ? റിലാക്സേഷൻ വരുന്ന ഭാഗം. സോ ഇത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്തിന്റെ ആൻസർ ആണ്? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ഏതാ? ECGക്കകത്ത് ഡ്യൂ ടു ദ ഹൈപ്പോകലീമി വരുമ്പോൾ അവിടെ എന്ത് കാണും? എല്ലാവരും ദ പ്രോമിനന്റ് യു വേവ് ആണോ? ദ പ്രോമിനന്റ് യു വേവ് അല്ലേ? അല്ലേ കുഞ്ഞ്? അല്ലേടെ ആണ്. ഇതൊരു ക്ലിയർ ആയോ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞ ക്ലിയർ ആയോ? യെസ്. എല്ലാവർക്കും അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ എല്ലാവരും. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ഡ്രഗ് ഓഫ് ചോയ്സ് വാർഫാറിൻ ഓവർഡോസ് വരുന്ന സമയത്ത് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? ദ വാർഫാറിന്റെ ഓവർഡോസ് വരുന്ന സമയത്ത് കൊടുക്കുന്ന ഡ്രഗ് ഓഫ് ചോയ്സ് ഏതാണ്? ചറവറ പറഞ്ഞേ. വൈറ്റമിൻ കെ എന്ന് പറഞ്ഞു. വാർഫാറിന്റെ ഓവർഡോസ് ഏതാണ്? എല്ലാരും പറഞ്ഞേ. വൈറ്റമിൻ കെ ആണ് ഏതാണ്? പറഞ്ഞേ. കെ അല്ലേ? യെസ്. എല്ലാരും ആൻസർ പറഞ്ഞേ. എല്ലാരും പറയണേ. എല്ലാവരും ഒരുപോലെ പറയണം. ചുമ്മാ കേട്ടോണ്ടിരിക്കരുത്. ആരാ ഇത്? കെ അല്ലേ? കെ ആണ്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ക്വസ്റ്റ്യൻ പറയാം. പറയട്ടെ. ഡിജിറ്റൽ ടോക്സിറ്റി എന്ന് കൊടുക്കുക എന്താ? ഡിജിറ്റാലിസ് ടോക്സിറ്റി വന്നാൽ എന്ത് കൊടുക്കും? ദ ഡിജി ബൈൻഡ് കൊടുക്കും. മറക്കരുത്, ഇറ്റ് ഇസ് ദ ഡിജി ബൈൻഡ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ദ ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ ആന്റിഡോട്ട് ഏതാ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ബീറ്റാ ബ്ലോക്കേഴ്സിന്റെ ആന്റിഡോട്ട് ഏതാ? ദ ഗ്ലൂക്കഗോൺ അല്ലേ? ദ ബീറ്റാ ബ്ലോക്കേഴ്സ് ആണെങ്കിൽ എന്താ? ദ ബീറ്റാ ബ്ലോക്കേഴ്സ് ആണ് എന്താ?
ഇത് ഗ്ലൂക്കഗോൺ. ഗ്ലൂക്കഗോൺ കൊടുക്കും, മറക്കരുത്. മറക്കോടെ. എവിടെ 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 കേൾക്കുന്നു? ഇതൊരു കേട്ടം കളയല്ലേ, ഇതുവരെ കേട്ടം കളയരുത്. ആൻഡ് ഹെപ്പാറിന് എന്ത് കൊടുക്കും? ആൻഡ് ഹെപ്പാറിന് എന്ത് കൊടുക്കും? ഇത് പ്രോട്ടമിൻ സൾഫേറ്റ് അല്ലേ. ദ ഹെപ്പാറിന് നമ്മൾ എന്ത് കൊടുക്കും? ദ പ്രോട്ടമിൻ സൾഫേറ്റ് കൊടുക്കും. ആ അപ്പോ അപ്പോ അടുത്ത എവിടെ? ഓർമ്മ ഇതുപോലെ ഓർമ്മ നിൽക്കണം. ഓർമ്മ എല്ലാവർക്കും നിൽക്കണം. ആൻഡ് മോർഫിൻ എന്ത് കൊടുക്കൂടെ? ഇറ്റ്സ് ദ മോർഫിൻ എന്ത് കൊടുക്കും? ദ മോർഫിൻ എന്ത് കൊടുക്കും? ദ നാലോസോൺ. ആണോ? ആണ്. ആൻഡ് ദ പാരസെറ്റമോളിന്റെ ഓവർഡോസ് വന്നാൽ എന്ത് കൊടുക്കും? പാരസെറ്റമോളിന്റെ ഓവർഡോസ് വന്നാൽ എന്ത് കൊടുക്കും? ആരെങ്കിലും പറയും, എൻ അസറ്റിൽ സിസ്റ്റീൻ ആണോ? ആണ്. ആ ഇത് വേറെ എവിടെയും കൊടുക്കാറുണ്ടോ? ആസ്പിരിന്റെ ഓവർഡോസിന് കൊടുക്കാറുണ്ടോ? ഇതേ സംഭവം ആസ്പിരിന്റെ ഓവർഡോസിന് കൊടുക്കാറുണ്ടോ? ഇതേ സംഭവം N-acetylcysteine ആസ്പിരിന്റെ ഓവർഡോസ് വന്നാലും കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ട്. മറക്കരുത്, ചോദിച്ച എഴുതണം. അത് അയൺ ടോക്സിറ്റി വന്നാൽ എന്ത് കൊടുക്കും? അയൺ ടോക്സിറ്റി എന്ത് കൊടുക്കും? ഇവിടെ അയണിന്റെ ടോക്സിറ്റി എന്ത് കൊടുക്കൂടെ? ഡെഫ്രോക്സമിൻ ആണോ? ഇല്ല, എല്ലാരും ആണ്. മറക്കുക. ഈ ക്വസ്റ്റ്യൻ ആൻസർ ഏതാ? ദ ഡ്രഗ് ചോയ്സ് ഓർ ദ വാർഫാറിൻ ഓവർഡോസ് ഏതാ? എല്ലാരും വൈറ്റമിൻ കെ എന്ന കാര്യം കൂടെ മറക്കരുത്. വൈറ്റമിൻ കെ ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ എല്ലാവരും. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. The C's in the tracheoesophageal fistula are the following that exit. ഏതാ? കഫിംഗ് ആണോ, ക്രൈയിങ് ആണോ, സൈനോസ് ആണോ, ഓർ ദ ചോക്കിംഗ് ആണോ? ഇൻ ദ tracheoesophageal fistulയിൽ കാണുന്നത് അല്ലാത്തത് ഏതാണ്? ഏതാടെ? ദ ക്രൈയിങ് അല്ലേ? എല്ലാരും പറ, ക്രൈയിങ് അല്ലേ? അല്ലേടെ ക്രൈയിങ് അല്ലേ? എന്താ ഈ പറഞ്ഞ ദ ട്രക്കിയോഈസോഫേജിയൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞ എന്താ? എന്താണ് ദ ട്രക്കിയോഈസോഫേജിയൽ ഫിസ്റ്റുല എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ട്രക്കിയും ആൻഡ് ദ ഈസോഫാഗസും തമ്മിലുള്ള ദ കൺജനിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണോ? ദ ട്രക്കിയും ഈസോഫാഗസും തമ്മിലുള്ള ദ കൺജനിറ്റൽ കമ്മ്യൂണിക്കേഷൻ ആണോ? അല്ലേ? അബ്നോർമൽ ആയ കൺജനിറ്റൽ ഡിസോർഡർ അല്ലേ ഇത്? ഇതൊരു കൺജനിറ്റൽ ഡിസോർഡർ അല്ലേ? പറയണം, ഇതൊരു കൺജനിറ്റൽ ഡിസോർഡർ അല്ലേ? യെസ് ആണ്. എത്ര ടൈപ്പ് ഉണ്ട്? എത്ര ടൈപ്സ് ഉണ്ട്? അത് 1 ആണോ, 2 ആണോ, 3 ആണോ, 4, 5 ആണോ, 4 ആണോ, 5 ആണോ, 4? ഇത് കേരള പ്രീവിയസ് ക്വസ്റ്റ്യൻ. എത്ര ടൈപ്പ് ഉണ്ട്? പറയണേ, എത്ര ടൈപ്പ് ഉണ്ട്? 5 ടൈപ്പ് ഇല്ലേ? 5 ടൈപ്പ് ഇല്ലേ? ഏതൊക്കെയാ? ടൈപ്പ് എ ഉണ്ട്, ടൈപ്പ് ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്, ഇ ഉണ്ട് അല്ലേ? 5 ടൈപ്പ് ഇല്ലേ? പറയാൻ എളുപ്പമുണ്ടല്ലേ? പറയാൻ എളുപ്പമുണ്ട്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കുന്നു. അവിടെ ഈസോഫേജിൽ അട്രീഷ്യ ഉണ്ട്, പക്ഷേ ദ ഫിസ്റ്റുല കണക്ഷൻ ഇല്ലെങ്കിൽ ദ ടൈപ്പ് ഏതാ ചോദിക്കും. ഈസോഫേജിൽ അട്രീഷ്യ ഉണ്ട്,
പക്ഷെ ഫിസ്റ്റുല കണക്ഷൻ ഇല്ലെങ്കിൽ ടൈപ്പ് ഏതാ? അത് എ ആണോ, ബി ആണോ, സി ആണോ, ഓർ ഡി ആണോ, ഇ ആണോ? ഏതാ? അട്രീഷ്യ ഉണ്ട്, ഫിസ്റ്റുല കണക്ഷൻ ഇല്ല. എല്ലാരും പറ മക്കളെ, ഏത്? ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിക്കും. ടൈപ്പ് എ എന്ന് വിളിക്കാം അല്ലെ? ടൈപ്പ് എ എന്ന് വിളിക്കാം, ടൈപ്പ് എ എന്ന് വിളിക്കാം. ഇനി അതേ ഈസോഫേജിൽ അട്രീഷ്യ, ഈസോഫേഗസിൽ ഏറ്റവും ഈ പറഞ്ഞ അപ്പർ ബോർഡിൽ കണക്ഷൻ വന്നാലോ? അപ്പർ പാർട്ട് ഓഫ് ദ ഈസോഫേഗസും ആൻഡ് ദ ട്രക്കിയിൽ കണക്ഷൻ വന്നാൽ ഏതാണ്? അതേ അട്രീഷ് തന്നെ അപ്പർ പാർട്ട് ഓഫ് ദ ഈസോഫേഗസിലും ആൻഡ് ദ ട്രക്കിയിലും വന്നാൽ അത് ഏത് ടൈപ്പാ? ചോദിക്കും. ഏത് ടൈപ്പാ? അത് എ ആണോ, ബി ആണോ, സി ആണോ, ടൈപ്പ് ഡി ആണോ, ഇ ആണോ? ഏതാണ്? ഈസോഫേഗസിന്റെ ആൻഡ് ട്രക്കിയുടെ അപ്പർ പാർട്ടിൽ വന്ന അതേ അബ്നോർമൽ കണക്ഷൻ അപ്പർ പാർട്ട് ഓഫ് ഈസോഫേഗസിലും ട്രക്കിയിലും വന്ന ഏതാ? ടൈപ്പ് ബി എന്ന് വിളിക്കാം. ടൈപ്പ് ബി എന്ന് വിളിക്കും. ഇതെല്ലാം നമ്മൾ പഠിക്കും. എവിടെ പഠിക്കും? അടുത്ത ഡി എം ഇയിലൊക്കെ എന്താ? ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയി പഠിക്കും. ഇനി ഇതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. ഇത് കഴിഞ്ഞതിന്റെ DSGS ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ പറഞ്ഞ ടൈപ്പിലെ ഏറ്റവും ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതാ? ഈ പറഞ്ഞ ടൈപ്പുകളിൽ ദ മോസ്റ്റ് കോമൺ ടൈപ്പ് ഏതാ? ദ സി ആണല്ലേ? ദ സി ആണ്. അവിടെ എന്തുണ്ട്? ഈസോഫിൽ അട്രീഷ്യ ഉണ്ട്. കണക്ഷൻ എവിടെ വരും? കണക്ഷൻ എവിടെ? ഏറ്റവും ദ ലോവസ്റ്റ് പാർട്ട് ഓഫ് ദ ഈസോഫേഗസ് ആൻഡ് ട്രക്കിയ. ട്രക്കിയയുടെയും ആൻഡ് ഈസോഫേഗസിന്റെ ഏറ്റവും ദ ലോവസ്റ്റ് പാർട്ടിലാണ് കണക്ഷൻ വരുന്നെങ്കിൽ ദ ടൈപ്പ് സി എന്ന് വിളിക്കാം. അടുത്ത എന്തായിരിക്കും? ടൈപ്പ് ഡി എന്ന് പറയാം. എന്തായിരിക്കും ടൈപ്പ് ഡി എന്ന് പറയുന്ന? എന്തായിരിക്കും? പറയണേ. പറയാം. അത് പറയാം. ഏതാണ്? എന്താ? അട്രീഷ്യ ഉണ്ട്. അവിടെ കണക്ഷൻ വരുന്ന എവിടെയാ? The both upper and the lower part of the esophagus and the trachea അല്ലേ? ഈസോഫേഗസിന്റെയും ആൻഡ് ദ ട്രക്കിയുടെയും അപ്പർ പാർട്ടിലും കണക്ഷൻ വരുന്നുണ്ട്, ആൻഡ് ദ ലോവർ പാർട്ടിലും കണക്ഷൻ വരുന്നുണ്ടെങ്കിൽ വിളിക്കുന്നത് ടൈപ്പ് ഏതാ? ഈസോഫേഗസിന്റെയും ആൻഡ് ദ ട്രക്കിയുടെയും അപ്പർ പാർട്ടിലുമുണ്ട്, ആൻഡ് ദ ലോവർ പാർട്ടിലും കണക്ഷൻ വന്നാൽ വിളിക്കുന്ന പേരെന്താ? എന്ത് വിളിക്കാം? ടൈപ്പ് ഡി എന്ന് വിളിക്കുക അല്ലേ? ടൈപ്പ് ഡി എന്ന് വിളിക്കാം. അവസാനത്തെ ടൈപ്പ് ഏതാ? അവസാനത്തെ ടൈപ്പ് ഏതാ? ഈ മിക്കവാറും കുട്ടികളാരും പഠിച്ചുകൊണ്ട് പോകത്തില്ല. പക്ഷെ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർക്ക് പറയാം? ഇത് മിക്കവാറും ആരും പഠിച്ചോണ്ട് പോകാ ടൈപ്പാണ് ദ ടൈപ്പ് ഇ എന്ന് പറയുന്നത്. അവയുടെ ഒരു പ്രത്യേകതയുണ്ട്. ആർക്ക് പറയാം? ഇതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ആൾസോ നോൺ ആസ് ദ എച്ച് ടൈപ്പ് എന്നാണ് അവിടെ. ദ എച്ച് ടൈപ്പ് ഫിസ്റ്റുല. ആരും കേട്ടിട്ടുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിന് മുമ്പ് ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഈ ഒരു ക്വസ്റ്റ്യൻ കേരള PSC സ്റ്റാഫ് നേഴ്സ് എക്സാമിന് മുമ്പ് ഏതെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പർ എഴുതിയിട്ടുണ്ടോ? ദ എച്ച് ടൈപ്പ് ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതായിരിക്കും? ദ ടൈപ്പ് ഇ ആണ്. അവിടെ ഫിസ്റ്റുല കണക്ഷൻ ഉണ്ടോ? അവിടെ ഫിസ്റ്റുല കണക്ഷൻ ഉണ്ടോ ഇല്ലയോ? പറയണം എല്ലാരും. ഫിസ്റ്റുല കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഫിസ്റ്റുല കണക്ഷൻ ഉണ്ട്. അപ്പൊ അവിടെ എന്തില്ല? അട്രീഷ ഇല്ലല്ലോ. അട്രീഷ എന്ന സംഭവം അവിടെ ഇല്ല. പക്ഷെ എന്തുണ്ട്? അവിടെ ഫിസ്റ്റുല കണക്ഷൻ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഇത്രയും ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? ട്രക്കിയോ ഈസോഫേജിൽ ഫിസ്റ്റുല ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതിലുള്ള സി വരാത്ത ഏതാ? അപ്പോ
ഇത് ക്രൈയിങ് ഇല്ല അല്ലേ? ഇത് ക്രൈയിങ് ഇല്ല, അത് ക്രൈയിങ് ഇല്ല അല്ലേ? അല്ലടേ, അല്ലടേ. അവിടെ എന്തൊക്കെയുണ്ട്? അപ്പോ എന്തൊക്കെയുണ്ട്? കഫിങ് ഉണ്ട്, കഫിങ് ഉണ്ട്. വേറെന്തുണ്ട്? വേറെന്തൊക്കെയുണ്ട്? ചെറ പറഞ്ഞു, വേറെന്തൊക്കെയുണ്ട്? എല്ലാരും പറയണം. ഏതൊക്കെയുണ്ട്? കഫിങ് ഉണ്ട്, ആൻഡ് ചോക്കിങ് ഉണ്ട്, അതിനുശേഷം സയനോസിസിലോട്ടും പോകും അല്ലേ? അല്ലേടെ ആദ്യം കഫിങ് വരും, ശേഷം ചോക്കിങ് വരും, ശേഷം സൈനോസിസും വരും. ഇത് എപ്പോഴാ സംഭവിക്കുന്നത്? എപ്പോ സംഭവിക്കും? എപ്പോ സംഭവിക്കും? എപ്പോഴാണ് സംഭവിക്കുന്നത് ഇത്? അറ്റ് ദ ടൈം ഓഫ് ഫീഡിങ് ആണോ മിക്കവാറും വരുന്നത്? അറ്റ് ദ ടൈം ഫീഡിങ് സമയത്താണോ? ഫീഡിങ് സമയത്താണോ അവിടെ? ഫീഡിങ് സമയത്താണോ അവിടെ? ആ മക്കളെ പറഞ്ഞേ, ഫീഡിങ് സമയത്തല്ലേ? ഫീഡിങ് സമയത്താണ് വരുന്നത്. ഇത് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? അതുകൂടെ പറഞ്ഞുതരാം. നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? ട്രക്കിയോ ഈസോഫേജിയൽ ഫിസ്റ്റുല എന്ന് നമുക്ക് എങ്ങനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റും? എക്സ്റേ അല്ലേ? എക്സ്റേ എടുക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? എക്സ്റേ എടുക്കുമ്പോൾ എന്ത് കാണാൻ പറ്റും? ആർക്ക് പറയാം? ആർക്ക് പറയാം? ആർക്ക് പറയാം? എക്സ്റേ എന്ത് കാണാൻ പറ്റും? ഗ്യാസിന്റെ അബ്ഡോമൻ കാണാൻ പറ്റൂടെ? അതോ അവിടെ ഗ്യാസ് ഒന്നും ഇല്ലാതിരിക്കോ? എന്റെ ക്വസ്റ്റ്യൻ അതാണ്. അവിടെ ഒരു ഗ്യാസും കാണത്തില്ലേ? അവിടെ ഗ്യാസ് ഉണ്ടായിരിക്കോ? അവിടെ ഗ്യാസ് ഉണ്ടോ ഇല്ലയോ? അവിടെ ഗ്യാസ് ഇല്ല എന്നുള്ള എത്ര പേരുണ്ട്? അബ്ഡോമിനകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ? അബ്ഡോമിനകത്ത് ഗ്യാസ് ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ അവിടെ? എല്ലാരും പറയണം. ഉണ്ടോ അവിടെ? ഉണ്ട്. ഇറ്റ്സ് എയർ ഇൻ ദ സ്റ്റൊമക്ക് അല്ലേ? ഉണ്ടല്ലോ. ഉണ്ട്. യെസ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താ ഇത് ക്രൈയിങ് ആണ് ആൻസർ വരുന്നത്. ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇതുപോലൊരു ക്വസ്റ്റ്യൻ കേരള PSC എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആർക്ക് പറയാം? റെഡ് ജെല്ലി സ്റ്റൂൾ കാണുന്ന എവിടെയാ? പലവട്ടം സ്ഥിരമായിട്ട് കേരള PSC ക്വസ്റ്റ്യൻ ആണ്. ദ റെഡ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ കാണുന്നതും ആൻഡ് ദ സോസേജ് ഷേപ്പ് മാസ് കാണുന്നതും എവിടെയാ? ദ ജെല്ലി ലൈക്ക് സ്റ്റൂളും സോസേജ് ഷേപ്പ് മാസും റൈറ്റ് അപ്പർ ക്വാഡ്രന്റിൽ നോക്കുന്ന സമയത്ത് ദ സോസേജ് ഷേപ്ഡ് മാസും റെഡ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ കാണുന്നത് എവിടെ? ഇൻഡു സസെപ്ഷനിലാണ് കാണുന്നത്. ഓർമ്മിക്കണേ. ഇൻഡു സസെപ്ഷനിലാണ് പ്രധാനമായിട്ടും അത് കാണുന്നത്. ഒരു പ്രത്യേകത കൂടെ അവിടെ ഉണ്ട്. ആർക്ക് പറയാം? ഒരു പ്രത്യേകത കൊണ്ട് ഇൻഡു സസെപ്ഷൻ എടുക്കുമ്പോൾ ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ എന്ത് സൈൻ കാണുന്നുണ്ടോ? എന്തെങ്കിലും സൈൻ ഉണ്ടോ? ഡാൻസ് സൈൻ ഉണ്ടോ അവിടെ? ഉണ്ടോ? ഡാൻസിങ് സൈൻ ഉണ്ടോ അവിടെ? പറയട്ടെ. ഉണ്ട്. ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടോ? ആരെങ്കിലും ഈ ക്വസ്റ്റ്യൻ ആരെങ്കിലും എഴുതിയിട്ടുണ്ടോ? ദ ഡാൻസിങ് സൈൻ ഉണ്ട്. എന്താ സംഭവം? എന്താ? അബ്ഡോമന്റെ എവിടെയായിരിക്കും? റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പാൽപേറ്റ് ചെയ്യുന്ന സമയം അവിടെ എന്ത് ഫീൽ ചെയ്യാൻ പറ്റും? അബ്ഡോമന്റെ റൈറ്റ് ലോവർ ക്വാഡ്രന്റിൽ പാൽപേറ്റ് ചെയ്യുമ്പോൾ ഫീലിംഗ് എംപ്റ്റിനെസ് ആണോ? ഒന്നും ഇല്ലാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പാൽപേറ്റ് ചെയ്യാൻ പറ്റും അവിടെ? ആണോ? യെസ് ആണ്. ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ കൂടെ ചോദിക്കും. ദ ബിലിയസ് ഒമിറ്റിംഗ് കാണുന്ന എവിടെയാ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ദ ബിലിയസ് ഒമിറ്റിംഗ് കാണുന്ന എവിടെയാ? അത് ഇൻഡു സസെപ്ഷനിലാണോ? ആണോ? ആണ്. ഒരു മിനിറ്റ്. ആണോടെ ചോദിക്കും. ദ ബിലിയസ് ഒമിറ്റിംഗ് കാണുന്ന എവിടെയാ?
അതും ഇൻഡുസസെപ്ഷനിലാണ്. അന്ത റെഡ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ എടുക്കണം. സ്റ്റൂളിനെ കുറിച്ച് പറഞ്ഞുതരാം, സ്റ്റൂളിന്റെ അബ്നോർമാലിറ്റി എല്ലാം പറഞ്ഞുതരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഞാൻ വീണ്ടും പറയാണ്, റെഡ് ജെല്ലി ലൈക്ക് സ്റ്റൂൾ എടുക്കണം. ഇൻഡുസസെപ്ഷൻ, ഇൻഡുസസെപ്ഷൻ, ഇൻഡുസസെപ്ഷൻ. വരട്ടെ വരട്ടെ, അടുത്ത ക്വസ്റ്റ്യന്റെ കാര്യമാണ്. നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കും. അപ്പൊ ചോദിക്കട്ടെ, ദ റൈസ് വാട്ടർ സ്റ്റൂൾ എവിടെ കാണും? ദ റൈസ് വാട്ടർ സ്റ്റൂൾ എവിടെ കാണും കുഞ്ഞുങ്ങളെ? കണക്ട് ചെയ്ത് പറയും, എവിടെ കാണും? കോളറ. ഇന്ത കോളറയ്ക്കകത്ത് എന്ത് കാണും? ഇന്ത കോളറയ്ക്കകത്ത് എന്ത് കാണുന്നത്? കോളറയ്ക്കകത്താണ് റൈസ് വാട്ടർ സ്റ്റൂള് കാണുന്നത്. റൈസ് വാട്ടർ സ്റ്റൂള് കാണുന്നത് എവിടെയാ? ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ കോളറയ്ക്കകത്താണ് റൈസ് വാട്ടർ സ്റ്റൂള് കാണുന്നത്. ആൻഡ് ദ പീ സൂപ്പ് സ്റ്റൂൾ ഇവിടെ കാണും. ആൻഡ് ദ പീ സൂപ്പ് സ്റ്റൂൾ ഇവിടെ കാണും. അതെവിടെ കാണും? ദ പീ സൂപ്പ് ടൈഫോയിഡിലാണോ കുഞ്ഞുങ്ങളെ? ഇന്ത ടൈഫോയിഡിലാണോ? ടൈഫോയിഡിലാണല്ലേ, ടൈഫോയിഡിലാണ് ദ പീ സൂപ്പ് കാണുന്നത്. അപ്പൊ ചോദിക്കട്ടെ, ദ റിബൺ ലൈക്ക് സ്റ്റൂൾ അവിടെ കാണും. ദ റിബൺ ലൈക്ക് സ്റ്റൂൾ അവിടെ കാണും. റിബൺ ലൈക്ക് ദ ഹിസ്ബർഗസ് ഡിസീസ് ആണോ? 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 പറയടേ പഠിക്കുക, ചോദിക്കട്ടെ. ആണ്. അപ്പോഴാണ് വരുന്നത്, ആൻഡ് ദ ജെല്ലി ലൈക്ക് സ്റ്റൂൾ എവിടെയാ? ആൻഡ് ദ ജെല്ലി ലൈക്ക് സ്റ്റൂൾ എവിടെയാ? ആൻഡ് ദ ജെല്ലി ലൈക്ക് സ്റ്റൂൾ എവിടെയാ? ഇൻഡുസസെപ്ഷൻ അല്ലേ? ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമ്മളൊരു കാര്യം പഠിക്കുമ്പോൾ അതുമായി കണക്ട് ചെയ്ത് എല്ലാം തന്നെ പഠിക്കണം. അല്ലാതെ ഒരു ക്വസ്റ്റ്യനും വായിച്ച് പഠിച്ചു പോകരുത്. ഇങ്ങനെ വേണം നിങ്ങൾ ഇനിയുള്ള ഈ വരാൻ പോകുന്ന இந்த DME ആയാലും ഇങ്ങനെ തന്നെ പഠിക്കണം. ഇത്രയും പറഞ്ഞു. ആൻഡ് ദ വാട്ടറി ഡയറി എടുക്കണം അവിടെ. ആൻഡ് ദ വാട്ടറി ഡയറി എടുക്കണം. വാട്ടറി ഡയറി കാണപ്പെടുന്ന എവിടെയാ? സീലിയാക് ഡിസീസിലാണോ? ദ സീലിയാക് ഡിസീസ്, ദ വാട്ടറി ഡയറി കാണുന്ന എവിടെയാ? ദ സീലിയാക് ഡിസീസിലാണ്. ദ വാട്ടറി ഡയറി എടുക്കണം അവിടെ. വാട്ടറി ഡയറി എടുക്കണം. സീലിയാക് അല്ലേ? സീലിയാക് ഡിസീസിലെ കാണും. ഇനി ആൻഡ് ദ ഡയറി വിത്ത് ദ മ്യൂക്കസ് ആൻഡ് ദ ബ്ലഡ് എവിടെ കാണും? ആൻഡ് ദ ഡയറി വിത്ത് ദ മ്യൂക്കസ് ആൻഡ് ബ്ലഡ് എവിടെ കാണും? ഇൻ ദ ഡിസെൻട്രി അല്ലേ? ഇൻ ദ ഡിസെൻട്രിയിൽ എന്ത് കാണും? പറഞ്ഞേ ഡിസെൻട്രിയിൽ എന്ത് കാണും? ഡയറിയ ഉണ്ട്, ആൻഡ് കൂടെ എന്തൊക്കെയുണ്ട്? ഇത് മ്യൂക്കസും ഉണ്ട്, ആൻഡ് ദ ബ്ലഡും വന്നാൽ അത് ഡിസെൻട്രിയിൽ കാണും. അപ്പൊ എല്ലാവരും ചറാപറ പറഞ്ഞ്, ദ റൈസ് വാട്ടർ സ്റ്റൂൾ അവിടെ കാണും. കോളറ. ആൻഡ് ദ പീ സൂപ്പ് സ്റ്റൂൾ അവിടെ കാണും. ടൈഫോയിഡ് ആണ്. ആ ക്വസ്റ്റ്യനിൽ എന്ത് ഓപ്ഷൻ കൂടെ കാണുമെന്ന് പറഞ്ഞു കേട്ടെ. എന്ത് തൈറോയിഡ് എന്നും കാണും. ചാടിക്കേറി ക്വസ്റ്റ്യൻ വായിക്കാതെ എഴുതരുത്. ടൈഫോയിഡും കാണും, ആൻഡ് തൈറോയിഡും കാണും. നിങ്ങൾ ചാടിക്കേറി കറപ്പിക്കൂ. അതാ പറഞ്ഞ, എപ്പോഴും ക്വസ്റ്റ്യൻ വായിക്കണം. നമ്മുടെ ചെറിയൊരു തെറ്റ് മതി, അവിടെ എല്ലാം നഷ്ടപ്പെട്ടു അല്ലേ? അല്ലേ? അവിടെ ടൈഫോയിഡും കാണും, ആൻഡ് തൈറോയിഡും കാണും. ആണോ അല്ലയോ? ആ ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട് ഇതിനു മുമ്പേ ആ ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇതിനു മുമ്പ് എഴുതിയ ആൾക്കാർക്ക് അറിയാം. അത് ഫസ്റ്റ് ഓപ്ഷൻ ദ തൈറോയിഡ്, സെക്കൻഡ് ഓപ്ഷൻ ദ ടൈഫോയിഡ്. ഉണ്ടായിരുന്നു അവിടെ? ഉണ്ടായിരുന്നു അല്ലേ? മറക്കരുത്. അപ്പൊ ഇതിന്റെ ഡിസെൻട്രിയിൽ എന്ത് കാണും? അവിടെ ദ ഡയറി ഉണ്ട്, ആൻഡ് ദ മ്യൂക്കസ് ആൻഡ് ദ ബ്ലഡും കൂടെ ചേർന്ന് വന്നാൽ അത് ഡിസെൻട്രി. ആൻഡ് ദ വാട്ടറി ഡയറി കാണപ്പെടുന്ന എവിടെയാ? സീലിയാക് ഡിസീസ്. ആൻഡ് ദ ജെല്ലി ലൈക്ക് സ്റ്റൂൾ എവിടെ കാണും? ഇൻഡുസസെപ്ഷൻ. ആൻഡ് ദ റിബൺ ലൈക്ക് സ്റ്റൂൾ എവിടെ കാണും? ദ ഹിസ്ബർഗസ് ഡിസീസ്. ഇത്രയും പറഞ്ഞ എവിടെയാ? സ്റ്റൂളിനെ കുറിച്ച് പറഞ്ഞു. ഇത്രയും സ്റ്റൂളിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ക്വസ്റ്റ്യൻ? ദ കോള കളർ യൂറിൻ കാണപ്പെടുന്ന എവിടെയാ കുഞ്ഞുങ്ങളെ? സ്മോക്കി ദ കോള കളർ യൂറിൻ.
ദ കോള കളർ യൂറിൻ കാണുന്ന എവിടെയാ? ഇൻ ദ ഗോമറോൺ. പറയടേ പറഞ്ഞു എല്ലാരും. അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആണോ? അക്യൂട്ട് ഗ്ലോമറുലോനെഫ്രൈറ്റിസ് ആണോടെ? ആണോടെ? എല്ലാരും ആ യെസ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയല്ലോ. എല്ലാവർക്കും ക്ലിയർ ആയല്ലോ. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. സ്റ്റാർട്ടിങ് ഓഫ് സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ എപ്പോഴാ? സ്റ്റാർട്ടിങ് ഓഫ് സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ എപ്പോഴാ? ഏത് വർഷം? സ്റ്റുഡന്റ് നേഴ്സസ് അസോസിയേഷൻ വന്ന വർഷം ഏത് വർഷം? പറഞ്ഞു ഞാൻ പറയാം. നിങ്ങൾ പറഞ്ഞേ കേക്കട്ടെ, പറയട്ടെ. അത് പറയും മുമ്പായിട്ട്. ഈ ഒരു ആൻസർ കിട്ടുന്നതിന് മുമ്പേ ആയിട്ട് എനിക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആദ്യമായിട്ട് ഫസ്റ്റ് BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ? BSc നഴ്സിംഗ് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് എപ്പോഴാ? 1946 ആണോടെ? അത് 59 ആണോ? 46 ആണോ 59 ആണോ? ഫസ്റ്റ് BSc നഴ്സിംഗ് പ്രോഗ്രാം 46. എവിടെയാടെ? രാജ്കുമാരി അമൃത് കരൂർ ആണോടെ? കോളേജ് ഓഫ് നഴ്സിംഗ് RAK അല്ലേ? RAK 46 இந்த CMC വെല്ലൂരിലും and RAK കോളേജ് ഓഫ് നഴ്സിംഗ് 46. ഇനി ഫസ്റ്റ് MSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം ഏതാ? ഫസ്റ്റ് MSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം അത് എപ്പോഴാ? 59 ആണോ? 59 ആണോ? 59 അല്ലേ? 59 ആണ്. ആ കോളേജ് ഏതാ? ആ ഒരു കോളേജ് ഏതാ? അതും RAK കോളേജ് അല്ലേ? മറക്കരുത്. ചോദിക്കും. അപ്പൊ 1946 എന്ത് വന്നു? 1946 എന്ത് വന്നു? ഫസ്റ്റ് BSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം 46. ഫസ്റ്റ് MSc നഴ്സിംഗ് വന്ന വർഷം, MSc വന്ന വർഷം 59. അത് ഫസ്റ്റ് MPhil വന്ന വർഷം ഏതാ? ഫസ്റ്റ് MPhil വന്ന വർഷം 1980. ആ കോളേജിന്റെ പേരെന്താ? അതും RAK കോളേജ് തന്നെയാണ്. ഇനി ഫസ്റ്റ് PhD പ്രോഗ്രാം ഇൻ ദ നഴ്സിംഗ് വന്ന എപ്പോഴാ? വർഷം 1992. 1992 ഫസ്റ്റ് PhD പ്രോഗ്രാം ഇൻ ദ നഴ്സിംഗ് വന്നത് വർഷം 1992. അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മുടെ എന്താണ്? നമ്മുടെ കേരളത്തിൽ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് വന്ന എവിടെയാ? എപ്പോഴാണ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇൻ കേരളത്തിൽ വന്ന വർഷം? ഫസ്റ്റ് ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ഇൻ കേരള വർഷം 72 അല്ലേ? 72. ഫസ്റ്റ് 72ലാണ് വന്നത്. 72ലാണ് വന്നത്. സോ ഇവിടുത്തെ ആൻസർ എന്താ? ഇവിടുത്തെ ആൻസർ എന്താ? ചറവറ പറഞ്ഞേ. ഇവിടുത്തെ ആൻസർ എന്താ? 1900 ഏത് വർഷം? അതിന് മുമ്പായിട്ട് 1929 അല്ലേ? 29 ആൻസർ വരുന്നത്. 29 ആൻസർ വരുന്നത്. ദ സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ വന്ന വർഷം
വർഷം 29. അപ്പൊ ചോദിക്കട്ടെ, ദ ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ വന്ന വർഷം, ദ TNAI വന്ന വർഷം, ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ വന്ന വർഷം ഏത് വർഷം? ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ വന്ന വർഷം 1900 1 വർഷം ഏതാടെ? 8. 1908 അല്ലേ? 1908 അല്ലേ? 8. ICN എപ്പോ 1 വർഷം ഏതാ? ICN, the International the Council for the Nurses, 1899. 1899. The International the Council for the Nurses എന്ന വർഷം 1899. സോ ഇതുവരെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് എല്ലാം ക്ലിയർ ആയി. ഇപ്പൊ കുറെ വർഷം പറഞ്ഞു, കുറെ വർഷം കഴിഞ്ഞു. ദ ഫസ്റ്റ് SNA വന്ന വർഷം, സ്റ്റുഡന്റ് നഴ്സസ് അസോസിയേഷൻ വന്ന വർഷം 1929. ദ ഫസ്റ്റ് ദ BSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം 46. ആൻഡ് ദ ഫസ്റ്റ് MSc നഴ്സിംഗ് പ്രോഗ്രാം വന്ന വർഷം 59. ദ ഫസ്റ്റ് MPhil വന്ന വർഷം 1980. ദ ഫസ്റ്റ് ദ PhD വന്ന വർഷം 1992. Is that clear? Clear? Clear. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചേ. The beefy red tongue, അത് ഏതിന്റെ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാവുന്നതാണ്? The beefy red tongue വരുന്നത്, അത് ഏതിന്റെ ഡെഫിഷ്യൻസി കാരണമാണ്? ദ വൈറ്റമിൻ K ആണോ, ഓർ ദ B12 ആണോ, ഓർ A ആണോ, ഓർ ദ B1 ആണോ? ഏതാണ്? എല്ലാരും പറ. വൈറ്റമിൻ അത് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞില്ല. അത്രയും വർഷം പറഞ്ഞപ്പോ നമ്മുടെ കേരള നഴ്സസ് ആൻഡ് ദ മിഡ്വൈഫറി കൗൺസിൽ വന്ന വർഷം ഏതാ? ആദ്യമായിട്ട് ദ KNMC വന്ന വർഷം, വന്ന വർഷം ഏതാ? 53. ഓർമ്മിക്കണേ, 53 ആണ് എന്ത് വന്നത്? ദ KNMC വന്ന വർഷം 53. സോ ഇവിടത്തെ ആൻസർ എല്ലാം പറഞ്ഞേ. ദ ബീഫി റെഡ് ടങ് കാണുന്നത് എവിടെയാ? എവിടെ കാണും? എവിടെയാടേ? ദ ബീഫി റെഡ് ടങ് അവിടെ കാണും. അത് ഏതിൽ കാണും? ചറവറ പറഞ്ഞേ. ദ B12, ഇറ്റ് ഈസ് ദ വൈറ്റമിൻ ഏതാ? ഇറ്റ് ഈസ് ദ B12 കാണുന്നത്. ദാ വരുന്നു, നിങ്ങൾക്കുള്ള എല്ലാ ക്വസ്റ്റ്യൻസും വരുന്നു. ദ മൂൺ ഷേപ്ഡ് ഫേസ് കാണുന്ന എവിടെയാ? ദ മൂൺ ഷേപ്പ് ഉള്ള ഫേസ് കാണുന്ന എവിടെയാ? ഇതുമായി കണക്ട് ചെയ്ത് കുറെ കാര്യം പറഞ്ഞു തരാം. എവിടെ കാണും? അത് ഏത് സിൻഡ്രോമിലാണ്? ഇൻ ദ മൂൺ ഷേപ്പ് ഫേസ്, ദ കുഷിംഗ് സിൻഡ്രോം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. കുള്ളൻ സൈൻ കാണും. ദ കുഷിംഗ് സിൻഡ്രോം പറയുമ്പോൾ അതുമായി കണക്ട് ചെയ്ത് വരുന്ന ഒരു വാക്കാണ് ദ കുള്ളൻ സൈൻ. ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. ദ സി വെച്ച് കണക്ട് ചെയ്ത് പറയാണ്. ദ കുള്ളൻ സൈൻ അവിടെ കാണും. കുള്ളൻ സൈൻ ഇൻ ദ പാങ്ക്രിയാറ്റൈറ്റിസിലാണോ?
പാങ്ക്രിയാറ്റൈഡ് എന്ത് കാണും? ദ കുള്ളൻ സൈൻ കാണും. ആൻഡ് ദ ടർണർ സൈൻ എവിടെ കാണും? അപ്പോ ആൻഡ് ദ ടർണർ സൈൻ എവിടെ കാണും? എവിടെ കാണും? അതും പാങ്ക്രിയാറ്റൈഡ്സിലാണോ? അതും പാങ്ക്രിയാറ്റൈഡ്സിലാണോ? മറക്കരുത്. ഇതുപോലത്തെ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇതുപോലത്തെ 2 ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. അടേ, ദ പിൽ റോളിംഗ് ട്രെമേഴ്സ് കാണുന്ന എവിടെയാ? ദ പിൽ റോളിംഗ് ട്രെമേഴ്സ് കാണുന്ന എവിടെയാ? ആലോചിച്ച് പറയുക, സമയം തരാം. ദ പിൽ റോളിംഗ് ട്രെമേഴ്സ് കാണുന്നത് എവിടെയാ? ദ പാർക്കിൻസൺസ് ഡിസീസ് ആണോ? ദ പാർക്കിൻസൺസ് ഡിസീസിൽ കാണുന്നത് എന്താ? ദ പിൽ റോളിംഗ് ട്രെമേഴ്സ് ആണ്. സ്റ്റാബിംഗ് പെയിൻ ഇവിടെ കാണും. ദ മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ ആണ് അവിടെ. പറയട്ടെ ആണ്. അപ്പൊ പറഞ്ഞു ദ സോസേജ് ഷേപ്ഡ് മാസ് എവിടെ കാണും? ദ സോസേജ് ഷേപ്പ് മാസ് എവിടെ കാണും? ഇൻഡു സസെപ്ഷൻ, കുറച്ചു പറഞ്ഞ കാര്യമാണ്. ഇൻഡു സസെപ്ഷൻ. ഇതെല്ലാം എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ? എല്ലാവർക്കും എവിടെ കയറുന്നുണ്ടോ? എല്ലാവരും തലയിലോട്ട് കയറുന്നുണ്ടോ? ഉണ്ട്. യെസ്. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വായിച്ചേ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചെല്ലാവരും. എല്ലാവരും ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആലോചിച്ച് പറയൂ. താഴെ പറയുന്നവയിൽ ദ സൂണോട്ടിക് ഡിസീസ് അല്ലാത്തത് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ആലോചിച്ച് സമയം എടുത്ത് പറഞ്ഞാൽ മതി. ഏതാണ് സൂണോട്ടിക് അല്ലാത്തത്? സൂണോട്ടിക് അല്ലാത്തത് ഏതാ? പറയട്ടെ. ദ ലെപ്റ്റോസ്പൈറോസിസ് ആണോ? സൂണോട്ടിക് അല്ലാത്തത് ലെപ്റ്റോസ്പൈറോസിസ് ആണോ? യെസ് ഓർ നോ? പറയട്ടെ. സൂണോട്ടിക് അല്ലാത്ത ഏതാ? ലെപ്റ്റോസ്പൈറോസ് നിങ്ങൾ എല്ലാവരും പറയുന്നു. അപ്പോൾ എന്താ ഫസ്റ്റ് ഓപ്ഷൻ ആയ ഫീവർ? അത് ഏതാ? യെല്ലോ ഫീവർ എന്ന് പറഞ്ഞ എന്താ? അതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്. തന്നെയാണ്. അതിന്റെ ഓർഗാനിസ് ഏതാ? എല്ലാവർക്കും, പല ആൾക്കാർക്കും നിങ്ങളുടെ വായിൽ വരാത്തൊരു പേരാണ്. അതിന്റെ ഓർഗാനിസ് ഏതാ? ഫ്ലാവിവൈറസ് ആണോ? ഫ്ലാവിവൈറസ് ആണോ? ഫ്ലാവിവൈറസ് ആണോ? എല്ലാ ഫീവറിന്റെ കോർസേറ്റീവ് ഓർഗാനിസ് ഏതാ? ഫ്ലാവിവൈറസ് ആണ്. സൂണോട്ടിക് ഡിസീസുമാണ്. മറക്കരുത്. ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് മറക്കരുത് എന്ന് പറയാൻ കാരണം, ഇതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിന്റെ പേരുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന വാക്സിന്റെ പേരുണ്ട്. ദ 17D വാക്സിൻ ആണോ? ദ 17D വാക്സിൻ ആണ്. ഇതിന്റെ ട്രീറ്റ്മെന്റിന് നമ്മൾ കൊടുക്കുന്ന ഒരു വാക്സിൻ ഉണ്ട്. 17D വാക്സിൻ എന്ന് പറയാം. അപ്പൊ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞു. ആൻഡ് ദ നിപ്പ വൈറസ്, അത് സൂണോട്ടിക് അല്ലേ? ഞാൻ പറയാതെ തന്നെ അറിയാം, സൂണോട്ടിക് ആണ്. അറിയാലോ അവിടെ? അറിയാം. അതിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാ? ഇൻക്യുബേഷൻ പീരീഡ് ഒരു 21 days അല്ലേ? 21 days അല്ലേ? ആണ്. ആൻഡ് ദ ലെപ്റ്റോസ്പൈറോസിസ് പറഞ്ഞ എന്താണ്?
അത് എലിപ്പനിയാണോ? ആണോടെ? എലിപ്പനിയാണോ? എലിപ്പനിയാണ്. അത് എപ്പോഴും ട്രാൻസ്മിറ്റ് ആവുന്ന ഏത് വഴിയാ? ഇൻഫെക്റ്റഡ് അനിമൽസും ആൻഡ് യൂറിനും വഴിയൊക്കെ ട്രാൻസ്മിറ്റ് ആവാറുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഏതാണ് സൂണോട്ടിക് അല്ലാത്തത്? ഏതാ സൂണോട്ടിക് അല്ലാത്തത്? ഏതാ? പറയണം ഏതാ? ഡി ആണ്. കാരണം എന്താ? എന്തുകൊണ്ടാ അതിനെ വിളിക്കുന്ന മറ്റൊരു പേരെന്താ? ചോദിക്കട്ടെ. ഈ പറഞ്ഞ ദ ലെപ്റ്റോസ്പൈറോസിനെ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്. ദ വെയിൽസ് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? ദ വെയിൽസ് ഡിസീസ് എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടോടെ. ദ വെയിൽ ഡിസീസ് എന്ന് വിളിക്കാറുണ്ട്. മറന്നു പോകരുത്. ചോദിക്കാറ് ക്വസ്റ്റ്യൻ ആണ്. ഇതുവരെ ക്ലിയർ ആയോ എല്ലാവർക്കും? ഇതുവരെ പറഞ്ഞത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഇന്ന് പറഞ്ഞു തന്ന എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയോ? ഇനിയുണ്ട്. കഴിഞ്ഞില്ല. അടുത്ത ക്വസ്റ്റ്യൻ അവിടെ ECG കണ്ടു. അടുത്ത ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ക്വസ്റ്റ്യൻ വായിച്ചേ. ദ മേജർ കാറ്റയോൺ ഓഫ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഏതാ? പൊട്ടാസ്യം ആണോ, കാൽഷ്യം ആണോ, സോഡിയം ആണോ, ദ മെഗ്നീഷ്യം ആണോ? പറയണം. ദ മേജർ കാറ്റയോൺ ഓഫ് ദ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് പൊട്ടാസ്യം ആണോ, കാൽഷ്യം ആണോ, സോഡിയം ആണോ, ദ മെഗ്നീഷ്യം ആണോ? ഏതായിരിക്കും? പറയുക. ചോദിക്കും. ഇവിടെ സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ഇപ്പൊ പറഞ്ഞുതരാം. ആർക്ക് പറയാം? രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞുതരാം. The most abundant intracellular cation ഏതാ? ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. The most abundant intracellular cation ഏതാ? അത് പൊട്ടാസ്യം അല്ലേ? അത് പൊട്ടാസ്യമാണ്. ദ മോസ്റ്റ് അബണ്ടന്റ് ആയി കാണുന്ന ഇൻട്രാസെല്ലുലാർ കാറ്റയോൺ ചോദിക്കുകയാണെങ്കിൽ അത് പൊട്ടാസ്യമാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇതിലോട്ട് വരുന്നത്. ദ മോസ്റ്റ് ആയിട്ട് കാണുന്ന എക്സ്ട്രാ സെല്ലുലാർ കാറ്റയോൺ ചോദിക്കുകയാണെങ്കിൽ അത് സോഡിയമാണ്. മറക്കരുത്. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ? സോഡിയം അല്ലേ ആൻസർ? അല്ലേ? അപ്പൊ ഇത്രയും സമയം പറഞ്ഞത് അത് എക്സ്ട്രാ സെല്ലുലാർ ആയിരുന്നു. അകത്തോട്ട് വരുമ്പോഴോ അത് ഇൻട്രാ സെല്ലുലാർ കാണുന്ന ആരായിരിക്കും? ആനയോൺ ഏതാ? ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ഇൻട്രാ സെല്ലുലാർ കാണപ്പെടുന്ന ആനയോൺ ഏതാ? അത് ഫോസ്ഫേറ്റ് അല്ലേ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഫോസ്ഫേറ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. സോഡിയത്തിന്റെ നോർമൽ വാല്യൂ എത്രയാ? ഇതുമായി ബന്ധപ്പെട്ട് കേരള സ്ഥിരം ചോദിക്കുന്ന രണ്ട് ക്വസ്റ്റ്യൻ കൂടെയാണ്. സോഡിയം, പൊട്ടാസ്യം ആൻഡ് ദ ക്ലോറിൻ, ഇതിന്റെ എല്ലാം ദ നോർമൽ വാല്യൂ എപ്പോഴും കേരള പീസ് ചോദിക്കുന്നുണ്ട്. ചറവർ ആൻസർ പറഞ്ഞേ. നിങ്ങൾ തന്നെ പറയണം. എല്ലാം പറയണം.
ആണോ? ഈ കാണുന്നവയാണോ? ഈ കാണുന്നവയാണോ? ആണോടെ? ഈ കാണുന്നവയിലാണോ? എല്ലാരും ഈ കാണുന്നവയാണോ? യെസ് ഓർ നോ? യെസ് യെസ്. ഈ ക്വസ്റ്റ്യൻ എവിടെയും കണ്ടോട്ടോ ആരെങ്കിലും? ആ അത് 4.5 ഓർ ഇസ് ദ 5 കുഴപ്പമില്ല. ഓക്കെ. ഈ ക്വസ്റ്റ്യൻ കണ്ടോണ്ടോ എല്ലാവരും? ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? പല തവണ, പല എക്സാമുകൾ, പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. ഇത് 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 5.5 ഇട്ടോ കേട്ടോ. ഇത് ഇറ്റ്സ് ദ 5.5 ഇട്ടോളെ, മറക്കരുത്. ഇറ്റ്സ് ദ 5.5 ഇട്ടോളെ. ഓക്കെ അല്ലേ? ഇത് 5.5 ഇട്ടാ മതിയേ, മറക്കരുത്. ഈ സോഡിയത്തിന്റെ അളവ് ഒരു 145 മുകളിലോട്ട് പോയാൽ വരുന്ന കണ്ടീഷൻ ഏതാ? സോഡിയത്തിന്റെ അളവ് 145 മുകളിലോട്ട് പോയാൽ എന്തുണ്ടാവും? ഹൈപ്പർനട്രീമിയ അല്ലേ? ദ സീറം സോഡിയത്തിന്റെ അളവ് ഇറ്റ്സ് മോർ ദാൻ 145 മുകളിലോട്ട് പോവുകയാണെങ്കിൽ വരുന്ന എന്താ? ഹൈപ്പർനട്രീമിയ അല്ലേ? അത് താഴോട്ട് പോയാലോ? അത് ഹൈപ്പോനട്രീമിയ അല്ലേ? താഴോട്ട് പോയ എന്താ? ഹൈപ്പോനട്രീമിയ. ആണോ? ഇനി ദ സിറം സോഡിയത്തിന്റെ അളവ് ഒരു 5.5 മുകളിൽ പോയാൽ എന്ത് വിളിക്കാം? സിറം സോഡിയത്തിന്റെ അളവ് ഒരു 5.5 മുകളിൽ പോയാൽ എന്ത് വിളിക്കാം? Come on, your answers. The hyper kalemia. The K plus is the less than the 3.5 milli equiliter ആണെങ്കിലോ? The K plus അത് less than the 3.5 milli equiliter ആണെങ്കിൽ അത് ഹൈപ്പോകാലേമിയ. അടുത്ത 2 ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കുകയാണ്. ദ മോസ്റ്റ് അബണ്ടന്റ്, ഈ പറഞ്ഞ ദ മിനറൽ ഇൻ ദ ബോഡി ഏതാ? ദ മോസ്റ്റ് അബണ്ടന്റ് ആയി കാണുന്ന ദ മിനറൽ ഇൻ ദ ബോഡി ഏതാ? അത് കാൽഷ്യമാണ്. അതെന്താ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? അപ്പൊ കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ എത്രയാടേ? കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ എത്രയാ? അപ്പൊ അതുകൂടെ പറയാം. കാൽഷ്യത്തിന്റെ നോർമൽ ലെവൽ എത്രയാ? ഒരു 8.5 തൊട്ടൊരു 10.5 അല്ലേ? ഒരു 8.5 തൊട്ടൊരു 10.5 അല്ലേ? 8.5 മുതൽ 10.5 അല്ലേ? അല്ലേ? യെസ് ആണ്. അതും ക്ലിയർ ആയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത്രയും മതി ഇന്നത്തേക്ക്? ഇത്രയും മതിയോ? ഞാൻ കുറെ പറഞ്ഞല്ലേ? നിങ്ങൾ കുറെ പറഞ്ഞു. യെസ്, ഇന്നത്തെ മതിയല്ലോ എല്ലാവർക്കും. ഇനി എല്ലാ പിള്ളേരും പോയിരുന്നില്ല. ഈ മാസം 29 എക്സാം ഉള്ള ആൾക്കാർ പോയിരുന്നു കൊണ്ട് ബാക്കി തിയറി നോട്ട്സ് പഠിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു.